എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCK PNCMAC അതുപോലെ തന്നെ CPAS എന്നിങ്ങനെയുള്ള വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് വിവിധ വിഭാഗങ്ങളിലേക്കുള്ള BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ എപ്പോഴാണ് തുടങ്ങുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ AMCS FNCK എന്ന് പറഞ്ഞാൽ അതായത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് കീഴിലുള്ള സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജസിൻ്റെ അസോസിയേഷനാണ് AMCS FNCK. അതുപോലെ PNCMAC എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷനാണ് ഈ PNCMAC. അതുപോലെ തന്നെ CPAS എന്ന് പറയുമ്പോൾ ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ സെൽഫ് ഫിനാൻസ് കോളേജുകളാണ് CPAS എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു AMCS FNCKയിലേക്കും PNCMACിലേക്കും അതുപോലെ CPASിലേക്കുമുള്ള BSc നഴ്സിംഗ് നടപടികൾ നിലവിൽ ആരംഭിച്ചിട്ടില്ല. അപ്പോൾ അത് ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഈ ഒരു AMCS FNCKയുടെ കീഴിൽ ഏകദേശം 34 നഴ്സിംഗ് കോളേജുകളാണുള്ളത്. അപ്പോൾ അതിലേക്കുള്ള അഡ്മിഷൻ അതായത് ഈ ഒരു 34 കോളേജുകളിലുള്ള ആ ഒരു സീറ്റുകളിൽ 50% സീറ്റ് ഈ ഒരു LBS ആണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതുപോലെ PNCMACാലും CPAS ആയിരുന്നാലും അവിടുത്തെ ആ ഒരു 50% സീറ്റ് LBS സെൻ്ററാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത്. ബാക്കിയുള്ള 50% സീറ്റുകളിലേക്കാണ് ഈ ഒരു AMCS FNCKയും PNCMACും അതുപോലെ തന്നെ CPASും അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് AMCS FNCK ആണെങ്കിൽ amcsfnck.com എന്നുള്ള വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. PNCMAC ആണെങ്കിൽ pncmac.in എന്നുള്ള വെബ്സൈറ്റിലൂടെയും അതുപോലെ തന്നെ CPAS ആണെങ്കിൽ CPASിൻ്റെ വെബ്സൈറ്റ് ആ ഒരു സമയത്ത് അതിൻ്റെ ലിങ്ക് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ അപേക്ഷിക്കുക. CPAS എന്ന് നിങ്ങൾ ബ്രൗസറിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് CPASിൻ്റെ ആ ഒരു പേജിലേക്ക് വരുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് മെഡിക്കൽ അഡ്മിഷൻ വിഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് BSc നഴ്സിംഗിൻ്റെ ആ ഒരു വിഭാഗത്തിലേക്കുള്ള അഡ്മിഷൻ്റെ ആ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. ഞാൻ നിലവിൽ ചെക്ക് ചെയ്ത സമയത്ത് അവിടെ ലിങ്ക് വന്നിട്ടില്ല, അതായത് ഇപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആ ഒരു സമയത്ത് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടില്ല, ഗവൺമെൻറ് ഓർഡറിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് അഡ്മിഷൻ 2025 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പറാണ് കൊടുക്കേണ്ടത്. വാട്സപ്പ് നമ്പർ ഓൺലി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇമെയിൽ, അതുപോലെ തന്നെ ഇമെയിൽ ID, അതുപോലെ കോഴ്സ് നിങ്ങൾ ഏത് കോഴ്സിലേക്കാണ് കൊടുക്കേണ്ടത്. അതായത് ഞാനിപ്പോൾ ഒരു BSc നഴ്സിംഗ് ആണെങ്കിൽ 4 ഇയർ ആണ്, MSc നഴ്സിംഗ് ആണെങ്കിൽ 2 ഇയർ ആണ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ആണെങ്കിൽ 2 ഇയർ ആണ്. അപ്പോൾ ഞാനിപ്പോൾ BSc നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ BSc നഴ്സിംഗ് കൊടുക്കുന്നു. അതിനുശേഷം എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അതായത് AMCS FNCKയുടെ അഡ്മിഷൻ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് വരുന്നതായിരിക്കും. അതായത് അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ PNCMACിൽ പ്രത്യേകിച്ച് ഈ ഒരു രീതിയിൽ സൗകര്യം ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം അതിൽ പ്രത്യേകിച്ച് ഈ ഒരു രീതിയിൽ വാട്സപ്പ് വഴി മെസ്സേജ് വരുന്ന സൗകര്യം നൽകിയിട്ടില്ല. അപ്പോൾ CPASിലും പ്രത്യേകിച്ച് ആ ഒരു സൗകര്യം ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ മാസം തന്നെ അതിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ ആരംഭിച്ചിട്ടില്ല. LBSൻ്റെ ആ ഒരു അപേക്ഷ ജൂൺ 13 വരെയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം. പിന്നീട് ആപ്ലിക്കേഷൻ നിങ്ങളുടെ അക്കാദമിക് ഡാറ്റയും മാർക്ക് ഡാറ്റ, പേഴ്സണൽ ഡാറ്റ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള അവസരം ജൂൺ 17 വരെയുമാണ്. അപ്പോൾ ജൂൺ 13 നാളെയോടെ ആണ് ഈ ഒരു LBSൻ്റെ നഴ്സിംഗ് പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ അവസാനിക്കുന്നത്. അപ്പോൾ LBSൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ ഇതുവഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ടായിരിക്കും. നിങ്ങൾക്ക് ഫീസ് വരുന്നത് ഏകദേശം ഒരു 1,20,000 രൂപയാണ് നിങ്ങൾക്ക് BSc നഴ്സിംഗിന് ഒരു വർഷം ഫീസ് വരിക. പിന്നീട് ഹോസ്റ്റൽ സൗകര്യമൊക്കെ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ഫീസ് എക്സ്ട്രാ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ യൂണിഫോം, ബുക്ക്, അതുപോലെ തന്നെയുള്ള എക്സാം ഫീസ്, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു എക്സ്ട്രാ ഫീസ് വരുന്നതായിരിക്കും. നിലവിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് അതുപോലെ തന്നെ AMCS FNCK അതുപോലെ PNCMAC പോലുള്ള അതുപോലെ CPAS ഒക്കെ ആണെങ്കിൽ ഏകദേശം 1,20,000 രൂപയാണ് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഓരോ വർഷവും ഫീസ് ഇനത്തിൽ വരിക. ഹോസ്റ്റൽ ഫീസ്, അതുപോലെ ബുക്ക്, യൂണിഫോം ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഫീസ് വരും. ഹോസ്റ്റൽ വേണ്ടവർക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഹോസ്റ്റൽ വീട്ടിൽ പോയിട്ട് വരാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ LBSലാണ് മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സ് ഉള്ളത്. അതുപോലെ SPMAയിൽ ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ നൽകാൻ സാധിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ഫീസ് ആ ഒരു കോഴ്സുകൾക്ക് ഇത്രയും ഫീസ് വരുന്നതല്ല, ഇതിലും കുറവ് ഫീസായിരിക്കും വരിക. ഗവൺമെൻറ് കോളേജുകളാണെങ്കിലാണ് നിങ്ങൾക്ക് വളരെയധികം ഫീസ് കുറവിൽ പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.